ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. അർജന്റീനൻ യുവതാരം ജൂലിയൻ അൽവാരസ് സിറ്റി വിടുന്നു എന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഹാളണ്ടിന്റെ നിഴലിൽ കൂടുതൽ അവസരങ്ങൾ സിറ്റി ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം സിറ്റി വിടുമെന്നുള്ള വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു. നമുക്കറിയാം, സിറ്റിയിൽ അദ്ദേഹം തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത്. 32ഓളം ഗോൾ സിറ്റിക്ക് വേണ്ടി നേടിയിട്ടുണ്ട്. UEFA ചാമ്പ്യൻസ് ലീഗും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും FA കപ്പും തുടങ്ങിയ നിരവധി ട്രോഫികൾ സിറ്റിക്ക് കൂടെ ജൂലിയൻ അൽവാരസ് നേടിയിട്ടുണ്ട്. കൂടാതെ അർജന്റീനയ്ക്ക് വേണ്ടി വേൾഡ് കപ്പും അർജന്റീന കൂടെ 2 കോപ്പ അമേരിക്ക ചാമ്പ്യൻഷിപ്പ് നേടിയ താരം കൂടിയാണ് ജൂലിയൻ അൽവാരസ്. നിലവിൽ അദ്ദേഹം അത്ലറ്റിക്കോ മാഡ്രിഡിലേക്കാണ് പോകുന്നത്. നിലവിൽ 5 വർഷത്തെ കരാറിൽ ഒപ്പുവെക്കാനുള്ള സാധ്യതകളാണ് നിലവിൽ വരുന്നത്. അദ്ദേഹം നിലവിൽ മാഡ്രിഡിൽ എത്തിയിട്ടുണ്ട്. ജൂലിയൻ അൽവാരസ് നിലവിൽ മാഡ്രിഡിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇന്നോ നാളെയോ ആയി കരാറിൽ ഒപ്പുവെക്കും. 5 വർഷം 2029 വരെ അദ്ദേഹം അത്ലറ്റിക്കോ മാഡ്രിഡിൽ തുടരാനാണ് സാധ്യത. എന്തായാലും ജൂലിയൻ അൽവാരസ് സിറ്റി വിട്ടിരിക്കുന്നു, ഏകദേശം ഉറപ്പായിരിക്കുന്നു. അദ്ദേഹം അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിലവിൽ മാഡ്രിഡിൽ എത്തിയിട്ടുണ്ട്. ഇനി കരാർ ഒപ്പുവെക്കുക അല്ലെങ്കിൽ കുറഞ്ഞ ചടങ്ങുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അദ്ദേഹം എന്തായാലും നിലവിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ താരമായി മാറിയിരിക്കുന്നു അർജന്റീനയുടെ ജൂലിയൻ അൽവാരസ്. എന്തായാലും സിറ്റിയിലൊക്കെ കാഴ്ചവെച്ച പ്രകടനം അത്ലറ്റിക്കോക്ക് വേണ്ടി കാഴ്ചവെക്കാൻ കഴിയുമെന്ന് തന്നെ ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. കാരണം സിമിയോണിയാണ് അവിടുത്തെ പരിശീലകൻ. അത്ലറ്റിക്കോ മാഡ്രിഡ് നമുക്കറിയാം ലാലിഗയിലൊക്കെ തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുന്ന ടീമാണ്. ഏത് ചാമ്പ്യൻഷിപ്പ് ഏത് സമയത്തായാലും 3-4 ടേബിൾ ടോപ്പിൽ 3-4 ഫിനിഷ് ചെയ്യുന്ന ടീമാണ്. UEFA ചാമ്പ്യൻസ് ലീഗിലൊക്കെ പങ്കെടുക്കാറുണ്ട്. UEFA ചാമ്പ്യൻസ് ലീഗ് യോഗ്യതയൊക്കെ നേടുന്ന ടീം തന്നെയാണ്. എന്തായാലും അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഒരു മുന്നേറ്റ നിരയിൽ ജൂലിയൻ അൽവാരസിൽ നിന്ന് തകർപ്പൻ പ്രകടനം ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. സിറ്റിയിൽ അവസാന സമയത്ത് അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ കോപ്പ അമേരിക്ക ചാമ്പ്യൻഷിപ്പിലൊന്നും ജൂലിയൻ അൽവാരസിന് മികച്ചോ അല്ലെങ്കിൽ കാര്യമായി മികവ് പുലർത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ തുടക്കത്തിൽ അദ്ദേഹം കൂടുതൽ അവസരങ്ങൾ ലഭിച്ചിരുന്നു, തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ആ ഒരു പ്രകടനം അദ്ദേഹം ഫിഫ വേൾഡ് കപ്പിലും അർജന്റീനയ്ക്ക് വേണ്ടി പുറത്തെടുത്തു. അദ്ദേഹത്തിന്റെ ഒക്കെ മികവിൽ തന്നെയാണ് ഇത്തവണ 2022 ഫിഫ വേൾഡ് കപ്പ് ഒക്കെ അർജന്റീന സ്വന്തമാക്കിയത്. ഇത്തവണത്തെ കോപ്പ അമേരിക്കയിൽ അദ്ദേഹം നിറം വാങ്ങിയിരുന്നു. നമുക്കറിയാം, സിറ്റിയിലൊന്നും കൂടുതൽ അവസരം ലഭിച്ചിരുന്ന എർലിംഗ് ഹാലണ്ട് ആയിരുന്നു ആദ്യ ലെവലിൽ കൂടുതൽ മത്സരം കളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അൽവാരസ് സിറ്റി വിടുന്നത്. എന്തായാലും ജൂലിയൻ അൽവാരസ് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ താരമായി കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ ഇനി 5 വർഷത്തെ കരാറിൽ ഒപ്പുകൊന്ന് നേരിയ കുറച്ച് ചടങ്ങുകൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്.